സെൻസർ ബോർഡ് വെച്ചിട്ട് അത് കാണിക്കാൻ പാടില്ല, അത് ബ്ലർ ചെയ്ത് കാണിച്ചിട്ട് ഇല്ല, ബ്ലഡ് കാണിക്കാൻ പാടില്ല, ചില ന്യൂഡിറ്റി കാണിക്കാൻ പാടില്ല എന്ന് പറയുന്നതിൽ ഒരു അർത്ഥം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യം അങ്ങനെ കാണിച്ചത് കൊണ്ട് ഒന്നും ഉണ്ടാവില്ല. ഇപ്പൊ നമ്മുടെ മലയാളത്തിൽ തന്നെ നമ്മളൊരു സിനിമ എടുത്ത് പരിശോധിക്കുമ്പോൾ സ്പിരിറ്റ് എന്ന് പറയുന്ന സിനിമ, ആ സിനിമയുടെ അൾട്ടിമേറ്റ് മെസ്സേജ് എന്ന് പറയുന്നത് അത് മദ്യം ഉപയോഗിക്കരുത് എന്നാണ്. പക്ഷെ അത് മദ്യം ഉപയോഗിക്കുന്ന ഒരാളെ, ഒരു കഥാപാത്രം അത് കാണിച്ചിട്ടാണ് നമ്മളത് കാണിക്കേണ്ടത്. ആദ്യമേ തന്നെ അങ്ങനെ കാണിച്ചാൽ ആ സിനിമ ഒരിടത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെടുന്നില്ല. അതുപോലെ തന്നെ അങ്ങനെ ഒരു പൊതുബോധം ഉണ്ടാക്കി. ഇപ്പം നമ്മൾ യൂറോപ്പിലോ പല വികസിത രാജ്യങ്ങളിലും നമ്മൾ പോകുമ്പോൾ 4 വയസ്സോ 5 വയസ്സുള്ള കുട്ടിക്ക് അറിയാം ഒരു വേസ്റ്റ് എന്ത് വേസ്റ്റ് ആണ്, ഫുഡ് വേസ്റ്റ് ഇടേണ്ടത് എവിടെയാണ്. അവിടെ പൊതു സ്ഥലങ്ങളിലാണ് അത് കൊണ്ടിടുന്നത്. അത് ആ കുട്ടിക്ക് അറിയാതെ ഏതാണ്, ഏത് കളർ ബാസ്ക്കറ്റിലാണ് ഇത് ഇടേണ്ടതെന്ന്. അങ്ങനെ ഒരു പൊതുബോധം നമ്മുടെ നാട്ടിൽ ഇല്ല എന്നുള്ളതാണ്. അപ്പം പലപ്പോഴും എനിക്ക് തോന്നുന്നു നമ്മുടെ പോലെയുള്ള തേർഡ് വേൾഡ് കൺട്രികൾ അല്ലെങ്കിൽ വികസിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യങ്ങളിൽ അല്ലെങ്കിൽ ജനസംഖ്യ ഉള്ള രാജ്യങ്ങളിലൊക്കെ ചിലപ്പോൾ ഒരുപക്ഷെ അത് ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് എളുപ്പമല്ല. പക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് ഈ പറഞ്ഞതുപോലെ എല്ലാവരും ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ, അത് സിനിമയിൽ മാത്രമല്ല ഈ പറഞ്ഞ എല്ലാ മേഖലയിലും സർക്കാരിനും എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന അങ്ങനെ ഒരു പൊതുബോധം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. നമ്മൾ ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്, ആരും പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സോടുകൂടി ഒന്നും ജനിച്ചു വീഴുന്നില്ല. അവിടെ എല്ലാവരും അവരവരുടെ എക്സ്പീരിയൻസിലൂടെയും പലതും പഠിച്ചും കേട്ടും ഒക്കെ തന്നെയാണ് അവരൊക്കെ മാറുന്നത്. അതുപോലെ ഒരു പൊതുബോധം നമുക്ക് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് എല്ലാവരും ചെയ്യേണ്ടത്. അത് ഈ പൗരന്മാരും ചെയ്യേണ്ടതാണ്. ആ പൗരന്മാർ ചെയ്യേണ്ടതിന് ഈ മീഡിയക്കും ഈ പറഞ്ഞതുപോലെ സിനിമാക്കാർക്കും ഈ പറഞ്ഞ രാഷ്ട്രീയക്കാർക്കും സാധാരണക്കാർക്കും എല്ലാവർക്കും ആ ഒരു ഉത്തരവാദിത്വം ഉണ്ട്. പിന്നെ അതാണ് ഇവിടെ നടപ്പിലാക്കേണ്ടതും ചെയ്യേണ്ടതും. അല്ലാതെ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നത് കാണിക്കാതെ നമുക്ക് എങ്ങനെ അത് മെസ്സേജ് കൊടുക്കാൻ പറ്റും? അപ്പൊ സെൻസർ ബോർഡിന്റെ കാര്യത്തിലും നമ്മൾ ഉചിതമായിട്ടൊരു തീരുമാനം ശരിക്കും സെൻസർ ബോർഡ് എടുക്കേണ്ട ആവശ്യമാണ്. പക്ഷെ അത് എങ്ങനെയാണ്, ഏത് തരത്തിലാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. അല്ലാതെ നമ്മളൊരു വയലൻസ് കാണിച്ചു അല്ലെങ്കിൽ ഇത് കാണിച്ചു അതുകൊണ്ട് സമൂഹം ഇല്ലാതായി പോകുന്നു അല്ലെങ്കിൽ അങ്ങനെ പോകുന്നു, അതിലൊന്നും എത്രത്തോളം അർത്ഥമുണ്ടെന്ന് എനിക്ക് അറിയില്ല.